ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ഏവരിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലെ വിഷയം ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ബ്രീഡിംഗ് ബോക്സ്, അതുപോലെ തന്നെ അവരുടെ സീഡ് മിക്സ്, ഏതൊക്കെ സീഡുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടത്. അതിൻ്റെ 7 സീഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസാണ്. ആദ്യമായിട്ട് നമ്മൾ ബ്രീഡിംഗ് ബോക്സ്, പ്രോപ്പറായിട്ടുള്ള ബ്രീഡിംഗ് ബോക്സിൻ്റെ മെഷർമെൻറ്റ്, സൈസൊക്കെ എത്രയാണ്, പിന്നെ പല ടൈപ്പുണ്ട്. വെർട്ടിക്കലുണ്ട്, അതുപോലെ തന്നെ ഹൊറിസോണ്ടലുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യണത്, നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെർട്ടിക്കൽ ബ്രീഡിംഗ് ബോക്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബ്രീഡിംഗ് ബോക്സ് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പുള്ളി ചെയ്തേക്കണതിൻ്റെ കുറേ വീഡിയോസും പുള്ളിയുടെ വോയിസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ബ്രീഡിംഗ് ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തതിൽ അവർ ബ്രീഡിംഗ് ബോക്സ് കൊറിയർ ചെയ്ത് തരുന്നതാണ്. അടുത്തതായിട്ട് ബ്രീഡിംഗ് ബോക്സിൻ്റെ അളവ് പ്രോപ്പറായിട്ടുള്ള 7 ഇഞ്ച് സ്ക്വയറാണ് വീതി, നീളം. പിന്നെ അതുപോലെ തന്നെ ഹൈറ്റ് വരുമ്പോൾ 11 ഇഞ്ച് ഹൈറ്റ് വരും. 7 ഇഞ്ച് സ്ക്വയർ ബ്രീഡിംഗ് ബോക്സിൻ്റെ വീതി, അതുപോലെ തന്നെ ഹൈറ്റ് വന്നിട്ട് 11 ഇഞ്ച്. അതാണൊരു പ്രോപ്പറായിട്ടുള്ളൊരു ബ്രീഡിംഗ് ബോക്സിൻ്റെ അളവ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഹോറിസോണ്ടൽ ബ്രീഡിംഗ് ബോക്സും ഉണ്ട്, അതുപോലെ തന്നെ വെർട്ടിക്കൽ ബ്രീഡിംഗ് ബോക്സും ഉണ്ട്. പക്ഷെ നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയേക്കണത്, ചിക്സുകളൊക്കെ കൂടുതൽ സേവായി കിട്ടിയേക്കണതും റിസൾട്ട് കിട്ടിയേക്കണതും വെർട്ടിക്കൽ ബ്രീഡിംഗ് ബോക്സാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന വീഡിയോസിലെ ബ്രീഡിംഗ് ബോക്സ് വെർട്ടിക്കൽ ബ്രീഡിംഗ് ബോക്സാണ്. അപ്പം അതിൻ്റെ പ്രോപ്പർ അളവെന്ന് പറയുന്നത് 7 ഇഞ്ച് സ്ക്വയർ, ഹൈറ്റ് 11 ഇഞ്ച്. ഉള്ളിൽ നമുക്കൊരു 7 ഇഞ്ച് സ്ക്വയർ എന്ന് പറയുമ്പോൾ അര ഇഞ്ച് അതിൻ്റെ തിക്നെസ് പലക പോയിട്ട് സെൻറ്ററിൽ നമുക്കൊരു 6 ഇഞ്ച് സ്ക്വയർ കിട്ടും. അതുപോലെ തന്നെ 11 ഇഞ്ച് ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 10 ഇഞ്ച് ഇൻസൈഡ് കിട്ടും. കാരണം തിക്നെസ് പോലെ 2 സൈഡിലാണ്. അപ്പോൾ 10 ഇഞ്ച് ഉള്ളിൽ കിട്ടും ഹൈറ്റ്. അതുപോലെ തന്നെ 6 ഇഞ്ച് സ്ക്വയർ. നല്ലൊരു മെഷർമെൻറ്റാണ്. എൻ്റെ ഇവയിലുള്ള മിക്കതും നേരത്തെ കൊണ്ടായിരുന്ന ഹൊറിസോണ്ടൽ. പക്ഷെ എനിക്ക് റിസൾട്ട് ഇതുപോലെ തന്നെ ചിക്സുകളിലെ ഡെത്ത് റേഷ്യോ, അതായത് ചിക്സുകൾ പൊസിഷൻ മാറിപ്പോവും ബ്രീഡിംഗ് ബോക്സിൽ നിന്ന്. പക്ഷെ മറ്റേതാകുമ്പോൾ കറക്റ്റായിട്ട് ആ ഹോളിൽ തന്നെ ഉണ്ടാവും ചിക്സുകൾ. കറക്റ്റ് അത്ര വീതിയല്ലേ ഉള്ളൂ, 6 ഇഞ്ച് സ്ക്വയർ. അപ്പോൾ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിരിക്കുന്നത് വെർട്ടിക്കൽ ബ്രീഡിംഗ് ബോക്സാണ്. അതുപോലെ തന്നെ പല മെറ്റീരിയൽ ബ്രീഡിംഗ് ബോക്സ് അവൈലബിളാണ്. പക്ഷേ എനിക്ക് ഇച്ചിരി ബെറ്ററായിട്ട് തോന്നിയിരിക്കുന്നത് വുഡൻ ബ്രീഡിംഗ് ബോക്സാണ്. കാരണം പ്ലൈവുഡിൻ്റെ ഉണ്ട്, പിന്നെ വേറൊരു റബ്ബർ വുഡ് അതിൽ ചെയ്ത് വരുന്നുണ്ട്, സോഫ്റ്റായിട്ടുള്ള വുഡിൽ. പക്ഷെ അതിനാണ് ഇപ്പോൾ ഇവർ ഈ ബ്രീഡിംഗ് ബോക്സ് അല്ലെങ്കിൽ എന്ത് സാധനമാണെങ്കിലും അവർ കരണ്ട് കടിക്കാറുണ്ട്, കടിച്ചത് പൊളിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് വുഡൻ ബ്രീഡിംഗ് ബോക്സാണ് ഇച്ചിരി ബെറ്റർ. അല്ലെങ്കിൽ ഈ പ്ലൈവുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളത് കഴുകി ഉണക്കൊക്കെ ചെയ്യേണ്ടി വരും ചില സമയത്ത്, അതിൻ്റെ ഉള്ളൊക്കെ വാഷ് ചെയ്തിട്ട്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും ബെറ്റർ വെർട്ടിക്കൽ ബ്രീഡിംഗ് ബോക്സ് വുഡിൻ്റെയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പുറത്തൊരു ബീഡിങ് പോലെ എഡ്ജിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല ഷാർപ്പായിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നോർമലായിട്ടും ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ മറ്റുള്ള കൊക്കറ്റയിൽ, സൺകോണൂർ, അതിൻ്റെയൊക്കെ ബ്രീഡിംഗ് ബോക്സ് പുള്ളി ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ പുള്ളി എനിക്ക് വിട്ടു തന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ കാണുക. 9, 8, 12 സൈസ്. ഇത് ഈ ബോക്സിനൊരു നമ്മൾ വേറൊരു രീതിയിൽ കൂടി ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് മെറ്റീരിയൽ ഇടുന്നതോടൊപ്പം തന്നെ സെപ്പറേറ്റ് നമ്മളൊരു പലക കൊടുത്തിട്ട് അത് കർവായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ അകത്ത് നമുക്ക് മുട്ട എങ്ങോട്ട് മൂവ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതിൻ്റെ അകം ഡിപ്പാണ്. അപ്പോൾ അത് ആ ഒരു കാരണവശാലും മുട്ട നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുകയോ പിടിക്കുകയും ചെയ്യത്തില്ല. ഈ കർവിൻ്റെ അകത്ത് തന്നെ വന്ന് എല്ലാം കിടക്കുകയും ചെയ്യും. ശേഷം പാറ്റ്ലോക്കിന് നമ്മൾ ക്ലോസ് ചെയ്യാം. ഇത് നമ്മുടെ ARP ഗ്രൂപ്പിൻ്റെയാണ്. നമ്മൾ തുണ ഒരു ഗ്രൂപ്പിന് വേണ്ടി നമ്മൾ സ്പോൺസർ ചെയ്യുന്ന സാധനമാണ്. ഈ സ്പോൺസർ ആയതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യുന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. ശരിക്കും നമ്മളെല്ലാ ബോക്സും നല്ല ക്വാളിറ്റി തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ബ്രീഡേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ.
അതുപോലെ തന്നെ ഫിഞ്ചസ്, സാധാ ബഡ്ജറീസ്, അതിൻ്റെയൊക്കെ ബ്രീഡിംഗ് ബോക്സും പുള്ളി ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഹാംസ്റ്റർ. അത് ഹായ് സുഹൃത്തുക്കളെ, ഇത് സൺഗോണോൻ്റെ ബോക്സാണ്. ഇത് സൈസ് വന്നിട്ട് 20 ഇഞ്ച് ഹൈറ്റ്, 12 ഇഞ്ച് വീതി, 12 ഇഞ്ച് നീളം. ഡോർ എന്ന് പറയുന്ന ടൈപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്. കാര്യം ഇതിൻ്റെ അകത്തും ഡോറിൻ്റെ ഭാഗത്തും നമ്മൾ നെറ്റ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഈ ബോക്സിലൊക്കെ മിക്ക ആൾക്കാരും വെളിയിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് ബേഡ് ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ പൊക്കാം, നമുക്ക് വൃത്തിയാക്കാൻ പിടിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ പൊക്കാം. വൃത്തിയാക്കുന്ന സമയത്ത് നമുക്ക് ഈ അകത്തെ നെറ്റ് ഹുക്കിൽ കിടക്കുന്നത് അത് ഊരിയെടുക്കാം. തീർച്ചയായിട്ടും ബ്രീഡിംഗ് ബോക്സ് ആവശ്യമുണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്യുക. പുള്ളിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് പുള്ളിനെ കോൺടാക്ട് ചെയ്യാം. പാർസൽ സർവീസ് ഉണ്ട്. കേരളത്തിൽ എവിടെയാണെങ്കിലും അവർ അയച്ചു തരും. അപ്പോൾ തീർച്ചയായിട്ടും ബ്രീഡിംഗ് ബോക്സിന് പുള്ളിനെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അടുത്ത് നമ്മൾ പറയണത് സീഡ് മിക്സ്. ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ഫുഡ് എല്ലാവർക്കും അറിയാം. സീഡുകൾ അവർക്ക് കൊടുക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾ, അതെല്ലാം ഉൾപ്പെടുന്നതാണ് അവരുടെ ഫുഡ്. അപ്പോൾ നമ്മൾ പറയണമെന്ന് വെച്ചാൽ സീഡ് മിക്സ്, അത് ഇമ്പോർട്ടഡ് സീഡ് മിക്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പക്ഷേ ആഫ്രിക്കൻ ലവ് ബേഡ്സിന് കൊടുക്കേണ്ട 7 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീഡ്സുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. കാരണം ഞാനും ആദ്യം ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഓരോ ഫ്രണ്ട്സ്, ഓരോ ബന്ധങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റിയത്. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ച്. ഇമ്പോർട്ടഡ് സീഡ് മിക്സ് ഒരു 40 kg ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏതൊക്കെ സീഡുകൾ എത്ര ശതമാനം വെച്ച് കൂട്ടിയെന്ന് വീഡിയോയിലൂടെ കംപ്ലീറ്റ് കാണിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ സീഡ്, ഒരു മീഡിയം സൈസ് സൺഫ്ലവർ സീഡ് 5% ഞാൻ എടുത്തേക്കണത്. 40 kgക്ക് വേണ്ടി 5% സൺഫ്ലവർ സീഡ്. മീഡിയം സൈസാണ്, ഇമ്പോർട്ടഡ് സൺഫ്ലവർ സീഡാണ്. അതുപോലെ തന്നെ അടുത്തത് വൈറ്റ് മില്ലറ്റാണ്. വൈറ്റ് മില്ലറ്റ് ഒരു 50% ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് 40 kgയിൽ. ഇമ്പോർട്ടഡ് വൈറ്റ് മില്ലറ്റാണ്. 40 കിലോയിൽ 15% എൻ്റെ ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ സീഡ് മിക്സിലെ വൈറ്റ് മില്ലറ്റിൻ്റെ അളവാണ്. അതുപോലെ തന്നെ യെല്ലോ മില്ലറ്റ് ഒരു 15% ആണ്. 15% യെല്ലോ മില്ലറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഇമ്പോർട്ടഡ് സീഡാണ്. വൈറ്റ് മില്ലറ്റ് അതുപോലെ തന്നെ യെല്ലോ മില്ലറ്റ് ഞാൻ എൻ്റെ ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ സീഡ്സിൽ ആഡ് ചെയ്തേക്കണ മില്ലറ്റാണ് യെല്ലോ മില്ലറ്റ്. അതുപോലെ തന്നെ റെഡ് മില്ലറ്റ്, അതൊരു 15% ആണ്. 15% റെഡ് മില്ലറ്റ്. അതുപോലെ തന്നെ ഇതും ഇമ്പോർട്ടഡ് മില്ലറ്റാണ്, റെഡ് മില്ലറ്റ്. അതുപോലെ ബാനിയാർഡ് മില്ലറ്റ്, കുതിരവല്ലി, അതൊരു 10% ആഡ് ചെയ്തിട്ടുണ്ട് സീഡ്സിൽ. അതുപോലെ തന്നെ കാനറി സീഡ് ഒരു 35% ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീഡാണത് കാനറി സീഡ്. ആഫ്രിക്കൻ ലവ് ബേഡ്സിന് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിൽ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ലാത്തൊരു സീഡാണ് കാനറി സീഡ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ സീഡ്സിൽ ആഡ് ചെയ്തേക്കുന്നത് ഓട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 5% ഓട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ സീഡ്സ് എല്ലാം ഇമ്പോർട്ടഡ് സീഡ്സാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബേഡ്സിന്. അതിൻ്റെ നമ്പറൊന്നും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തോളാം. ഞാൻ എടുക്കുന്നത് ബീക്സ് ഇൻ്റർനാഷണൽ എന്നാണ് എടുക്കുന്നത്. ഈ സീഡുകളെല്ലാം ഇത്ര കിലോ വെച്ച് 40 കിലോത്തിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 40 കിലോ ആഡ് ചെയ്യണത്. പിന്നെ അതിൻ്റെ കൂടെ ഇതിൻ്റെ പുറമേയായിട്ട് ഞാനിതിൽ ആരോഗ്യയുടെ തേന മിക്സ് ചെയ്യും. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കപ്പ് സീഡ് മിക്സിൽ 2 കപ്പ് ആരോഗ്യയുടെ തേന മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ബേഡ്സിന് ഫീഡ് ചെയ്യണത്. കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളല്ലാതെ തന്നെ പെല്ലറ്റും മറ്റുള്ള ഫുഡുകളൊക്കെ അവർക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ടുള്ള ഡയറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ സീഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 7 സീഡ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേഡ്സിന് കൊടുത്തിരിക്കണം. കാരണം നമുക്ക് ഇമ്പോർട്ടഡ് സീഡ് മിക്സായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിൽ കുറേ സീഡുകൾ ബേഡുകൾ കഴിക്കാറില്ല. നമ്മൊരു ഇടക്കാലത്തിൽ
നമുക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം ചില വിരകൾ ബ്ലാക്ക് കളർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങളുടെ ബേഡ്സിന് കൊടുക്കുന്ന സീഡ് മിക്സിൽ അവർ അത് കഴിക്കാറില്ല അങ്ങനെയുള്ള സീഡുകൾ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബേഡ്സിന് അവരെന്താണ് കഴിക്കുന്നത്, അവരുടെ ഹെൽത്തും മറ്റുള്ള അവരുടെ ഡയറ്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീഡുകളാണ് ഈ 7. അപ്പോൾ നിങ്ങളത് മറക്കാതെ നോട്ട് ചെയ്യുക. സീഡുകൾ മേടിച്ച് ബേഡുകൾ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ എടുത്തേക്കണത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബീക്സ് ഇൻ്റർനാഷണൽ, നമ്മുടെ എറണാകുളം എടപ്പള്ളി ലുലു മാളിലേക്ക് പറ്റലാണ് ബീക്സ് ഇൻ്റർനാഷണൽ. അവിടെ നിന്നാണ് ഞാൻ സീഡ്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ലൂസായിട്ടാണ് എടുക്കുന്നത്. 40 kg ഈ ഇത്ര ശതമാനത്തോളം സെപ്പറേറ്റായിട്ട് പുള്ളി പാക്കായിട്ട് എനിക്ക് വിട്ടു തരും. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം. പുള്ളിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി എത്തിച്ചു തരുന്നതാണ്. പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് ബക്കറ്റിൽ ഇതേ രീതിയിൽ സീഡുകൾ മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ ടൈൽസിൻ്റെ ഒക്കെ പുറത്താണ് നമ്മൾ ഈ ബക്കറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിയിൽ ഒരു വുഡ് ഇട്ടിട്ട്, ചാക്കോ വുഡോ ഇട്ടിട്ടും ഒരു വുഡ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ചാക്ക് ഇട്ടിട്ട് ബക്കറ്റ് വെക്കാൻ ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ തണുപ്പ് മൂലം അതിൻ്റെ അകത്ത് ചെള്ള് പോലത്തെ സൂക്ഷ്മജീവികൾ വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് 1-2 പ്രാവശ്യം അങ്ങനെ ഒരു പണി കിട്ടിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമുക്ക് വെയിൽ വരുന്നുണ്ടെങ്കിൽ സീഡുകൾ ഇട്ട് ഉണക്കിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ തണുപ്പ് സമയത്തൊക്കെയാണ് പൂപ്പൽ എന്ന് പറഞ്ഞ സാധനം അടിക്കണത്. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ ഒരു 4 പേരോളം നമുക്ക് ഡെഡായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും തണുപ്പ് സമയത്ത് ചൂടാക്കിയിട്ട്, ഫുൾ ടൈം മഴയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചീനച്ചട്ടിയിൽ, അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, ചെറിയ ചീനച്ചട്ടിയിൽ ചൂടാക്കിയിട്ട് ബേഡുകൾക്ക് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡുകൾ എപ്പോഴും നമ്മുടെ കപ്പാസിറ്റി, അതായത് എത്ര ബേഡുകളുണ്ട് അതനുസരിച്ചിട്ട് ബേഡുകൾക്ക് സീഡുകൾ സ്റ്റോർ ചെയ്യുക. കാരണം പെട്ടെന്ന് തന്നെ തണുപ്പ് സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പലടിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂപ്പലടിച്ച് കഴിഞ്ഞാൽ ആ സീഡ് ബേഡ്സിന് ഫീഡ് ചെയ്തിട്ടെങ്കിൽ അതിൽ നിന്ന് ബേഡുകൾക്ക് ഇൻഫെക്ഷൻ അടിച്ച് ഡെഡ് ആകാറുണ്ട്. അപ്പോൾ അവരുടെ കപ്പാസിറ്റി എത്ര ബേഡുകളുണ്ട് അതനുസരിച്ചിട്ട് സീഡുകൾ സ്റ്റോർ ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് സീഡ് മിക്സ്. അതുപോലെ തന്നെ ബ്രീഡിംഗ് ബോക്സ്. ഒരുപാട് ഫ്രണ്ട്സുകൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്താണ് നമ്മൾ ഇപ്പോൾ സീഡുകളിലൊരു വീഡിയോസ്, സീഡുകൾ ഏതൊക്കെയാണ് കൊടുക്കണം എന്നുള്ള വീഡിയോ സെപ്പറേറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ അതിൻ്റെ പുറത്താണ് ഇങ്ങനൊരു വീഡിയോ എടുത്ത് ചെയ്തത്. തീർച്ചയായിട്ടും വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ബ്രീഡിംഗ് ബോക്സിനാണെങ്കിലും സീഡ് മിൽസിനാണെങ്കിലും അവരുടെ നമ്പറുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കൊള്ളാം. നമ്മൾ കമൻറ്റിൽ ബോക്സിൽ നിന്നിട്ട് നമ്പർ തരാൻ പറഞ്ഞാൽ നമുക്ക് അതിൽ നമ്പർ ആഡ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ പുറത്താണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കണത്. അപ്പോൾ അതിൽ നിന്ന് കയറി നിങ്ങൾക്ക് എടുക്കാം. എടുത്തിട്ട് അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവർ കൊറിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ലൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ബൈ.